വെൽക്കം ടു ബേബി ആൻഡ് മീ. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു മോള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് ഓയിൽ മാവണക്കെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നല്ലോണം ഹെയർ ഫോൾ ഉണ്ടാകുന്നുണ്ട്, എന്താണ് ഇതിന് സൊല്യൂഷൻ എന്നാ ചോദിച്ചിരുന്നത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പല ടൈപ്പ് ഹെയർ ഉണ്ട്. ഓയിലി ഹെയർ ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, പിന്നെ കേളി ആയിട്ടുള്ള ഹെയർ ഉണ്ട്, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഹെയർ ഉണ്ട്. ഇങ്ങനെ പല ടൈപ്പ് ഹെയർ ഉണ്ട്. നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. ഇപ്പൊ എന്റെ ഹെയർ ടൈപ്പ് എന്ന് വെച്ചാൽ ഇതൊരു ഡ്രൈ ഹെയറാ എന്ന് വെച്ചാൽ ഇതില് ഓയിൽ കണ്ടന്റ് ഒക്കെ കുറഞ്ഞാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഹെയർ കാണിച്ചു തരാം. എന്റെ ഡ്രൈ ഹെയർ ആയത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു മുടികളായി വാർന്നു വരുന്നു. നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിളിർത്ത് വരുന്ന ചെറിയ മുടികളാണ്. അതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ. നമ്മുടെ ഹെയർ പാക്ക് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ കിളിർത്ത് വന്ന മുടികളായത്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ, അതായത് മുടി കൊഴിയുന്നതിനനുസരിച്ച് നമുക്ക് പുതുതായിട്ട് മുടികൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ ഓർത്ത് നമ്മൾ പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ കെയർ ചെയ്യണം. ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുക, നല്ലോണം ഹെയർ വാഷ് ചെയ്ത് മാറ്റുക, ഇതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. ഓയിലി ഹെയർ ഉള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എക്സ്ട്രാ ഓയിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി മുടിയുടെ ഓരോ ഫോളിക്കിൾസിനുള്ളിലും അടിഞ്ഞു കൂടിയിട്ട് മൊത്തത്തിൽ ആ മുടി അങ്ങ് കൊഴിഞ്ഞു പോകാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ ഓയിൽസ് അപ്ലൈ ചെയ്യാതിരിക്കുക. നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ, നല്ല കണ്ടീഷണറും ഉപയോഗിച്ച്, അതായത് നമ്മുടെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിപ്പോവും ഓയിലി ഹെയറിലേക്ക് പിന്നെയും കുറെ കൂടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിലി ഹെയർ ഉള്ളവര് നല്ലൊരു ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് അത് ജെന്റിലായിട്ട് വാഷ് ചെയ്ത് മാറ്റുക. അതായത് എക്സസ് ആയിട്ട് ഉള്ള ഓയിലൊക്കെ വാഷ് ചെയ്ത് മാറ്റുക. പിന്നെ ഇത് ഫ്രീക്വന്റ് ആയിട്ടൊക്കെ നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഓയിൽ കുറെ പ്രൊഡക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഹെയർ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ടീനേജേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് മുടി കൊഴിച്ചിലിന് കാരണം എന്ന് പറയുന്നത് അവിടെ ആ ഏജിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏജില് നമ്മുടെ ശരീരത്തുള്ള ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിങ്ങനെ 2 ഹോർമോൺസ് ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും, അതായത് കൂടുകയും കുറയൊക്കെ ചെയ്യും. അതിനനുസരിച്ച് മുടി ധാരാളം കൊഴിയാം. നമ്മൾ അഡോളസെന്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അതായത് കൂടുതൽ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള അയൺ ടാബ്ലറ്റ്സ് ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തേക്ക് ഒരു രീതിയിലേക്കും ഈ ബ്ലഡ് റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ലോണം കൊഴിയും, നമുക്ക് ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാവും, ഏത് സമയം നമുക്ക് ബെഡിൽ കിടക്കാൻ തോന്നും. അപ്പൊ ഞാൻ അനീമിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വിളർച്ച ഉണ്ടാവുന്ന, നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് ആകുമ്പോൾ ഉള്ള വിളർച്ച. അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കണ്ണതേ ഇങ്ങനെ പിടിച്ച് നമ്മൾ നോക്കുക. നമ്മളെ ഡോക്ടേഴ്സ് ഒക്കെ നോക്കുന്ന കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കും. അതെന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തെ വിളർച്ച ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോ നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യുക. അത് നമ്മുടെ കണ്ണില് രക്തമയമുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതാ. അത് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന നല്ലതാ. നമുക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും. എക്സാംസിനെ പറ്റി ഓർത്തോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഓർത്തൊക്കെ നല്ലോണം ടെൻഷൻ എടുത്തിരിക്കുമായിരിക്കും നമ്മൾ. ഈ ടെൻഷൻ അടിക്കുമ്പോൾ പിന്നെയും മുടി കൊഴിയും. ആദ്യം തന്നെ അയ്യോ എന്റെ മുടി കൊഴിഞ്ഞു പോവാണല്ലോ എന്നുള്ള ചിന്ത അങ്ങ് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ ഒരിക്കലും നമ്മുടെ ഹെയർ മറ്റുള്ളവരുടെ ഹെയറുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഒരിക്കലും നോക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഇതാണ്, ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം. പിന്നെ ഡ്രൈ ഹെയർ ഉള്ളവർക്ക് നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴം ഉപയോഗിച്ചുള്ള മാസ്കുകളൊക്കെ വളരെ നല്ലതാണ്. അത് ഈ മുടി സോഫ്റ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് വളരെയേറെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പഴം ഉപയോഗിക്കാം, കേർഡ് ഉപയോഗിക്കാം. അങ്ങനെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ടൈം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോരോ മാസ്കുകളൊക്കെ ചെയ്തിടുക. അപ്പൊ അത് ഹെയർ ഗ്രോത്തിനെ വളരെയേറെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഡ്രൈ ഹെയർ ഉള്ളവര്
പുറത്തോട്ട് പോകുമ്പോൾ ഒരു സ്കാർഫ് വെച്ച് നമ്മുടെ മുടിയെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം. കാരണം ഓൾറെഡി നമ്മുടെ ഡ്രൈ ഹെയർ, അപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ ചൂട് കാരണം ഒന്നുകൂടി ഇത് വരണ്ടു പോവാനും അറ്റമൊക്കെ പൊട്ടിപ്പോവാനും കാരണമാവും. ഡ്രൈ ഹെയർ ഉള്ളവര് ഉറപ്പായിട്ടും ഹീറ്റ് കൺട്രോൾ ചെയ്യണം. നമ്മുടെ മുടിയിലുള്ള ഹീറ്റ്, നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഡ്രൈ ഹെയർ ആണ്, പിന്നെ കൂടാതെ തന്നെ നമ്മൾ എക്സ്ട്രാ ഹീറ്റും കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുടി ഡാമേജ് ആയി പോകും കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ. അതുകൊണ്ട് ഒരു സ്കാർഫ് ഒക്കെ ഉപയോഗിച്ച് ഡ്രൈ ഹെയർ ഉള്ളവര് ഇത് കവർ ചെയ്ത് വെക്കാൻ നോക്കുക. കാരണം UV റേഡിയേഷൻസ് ഒന്നും ഓവറായിട്ട് നമ്മുടെ മുടിയിലേക്ക് എത്താതെ, മുടി ഡാമേജ് ഉണ്ടാക്കാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ മുടി നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ട് പോകും. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കും. മുടി എടുക്കുന്ന സമയത്ത് ഈ മുടി ഇവിടെ വെച്ച് തന്നെ അങ്ങ് കട്ടായി പോകും. അപ്പൊ ഒരിക്കലും നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ട് പോകരുത്. സ്കൂളിലോ കോളേജിലോ ഒക്കെ പോകുമ്പം ഇത്തിരി ലൂസാക്കി കെട്ടി വെക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹെയർ ആയിട്ട് ഇടുക. നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് മുടി വളരുന്നതിനെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പൊ ചില ദിവസങ്ങളിൽ എക്സാംസ് ഉള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നേരത്തെ ക്ലാസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ ഓടുന്നവരില്ലേ. അപ്പോ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം മുടി കൊഴിയാം. നല്ലോണം ഇലക്കറികൾ കഴിക്കാം. ഇലക്കറി എന്ന് പറഞ്ഞാല് മുരിങ്ങയില കഴിക്കാം, മുരിങ്ങയില ഇത്തിരി തോരൻ വെച്ച് കഴിക്കാം. പിന്നെ ചീരയുണ്ടല്ലോ, തോരൻ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേലും ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിക്കുക. കാരണം നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ. അപ്പം അത് ഓർത്തിട്ട് ഇഷ്ടമല്ലേലും എങ്ങനെയും ഒക്കെ കഴിക്കുക കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഭക്ഷണമൊക്കെ ഒന്ന് നന്നാക്കി നോക്കുക നിങ്ങള്. പിന്നെ പഴം കഴിക്കുന്നത് നല്ലതാ കേട്ടോ. അപ്പൊ പഴം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അതിനകത്ത് കുറെ അയൺ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് ഹീമോഗ്ലോബിനെ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് കൂടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ധാരാളം പഴം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. നമ്മള് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും തന്നെ താല്പര്യമില്ല. മിക്കവാറും ഇത് അവോയ്ഡ് ചെയ്യും. പഠിത്തത്തിന്റെ ഇടയിലും സ്ട്രെസ്സിന്റെ ഇടയ്ക്കും നമ്മൾ മറക്കുന്ന ഒന്നാണ് വെള്ളം കുടി. നമ്മൾ ഉറപ്പായിട്ട് ഒരു ബോട്ടിലില് വെള്ളം എടുത്ത് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് കറക്റ്റ് ഇന്റർവെല്ലൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സ്കിന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാട്ടോ വെള്ളം കുടിക്കുന്നത്. അപ്പൊ 1-2 ദിവസമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹെയർ ലോസ് ഉണ്ടാവും, സ്കിന്ന് ഡാമേജ് ആവും. അപ്പൊ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മുടെ മുടിയിൽ എന്നും തന്നെ സ്ട്രെയിറ്റൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്, അതായത് ഓവറായിട്ട് എക്സസ് ആയിട്ട് ഹീറ്റ് നമ്മുടെ മുടിയിലേക്ക് വരുമ്പോൾ മുടി കൊഴിച്ചിലുണ്ടാവാം. ഇപ്പോ ചൂട് സമയമാണ്, നമ്മൾ പുറത്തിറങ്ങിയാൽ നല്ല പൊള്ളുന്ന വെയില. ആ സമയത്ത് ഓൾറെഡി ഒരു ഹീറ്റ് നമ്മുടെ മുടിയിലോട്ട് വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ഈ എക്സസ് ആയിട്ടുള്ള ഹീറ്റിംഗ് പ്രോഡക്ട്സും കൂടി ഉപയോഗിക്കുമ്പോൾ മുടിയുടെ അറ്റത്ത് ഇതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ട്. കൂടാതെ ആ മുടിയുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് തിന്നായി പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ട്രൈറ്റ്നേഴ്സ് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ അതിനുള്ള ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ അവൈലബിൾ ആണ്. അതായത് ഈ ചൂടിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ. ആ സ്പ്രേ ഒക്കെ ആദ്യം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്ട്രൈറ്റ്നേഴ്സും ബ്ലോ ഡ്രൈയും ഒക്കെ ചെയ്യാം. ഇവൻ ഞാനാണെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട്, ബ്ലോ ഡ്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഒരിക്കലും റെഗുലർ ആയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം മുടിയുടെ ആരോഗ്യം നല്ലോണം പോകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ഹെഡ് മസാജ് കൊടുക്കുക. അതിന് നമ്മുടെ 2 കൈ എടുത്ത് വെറുതെ നമുക്ക് ചെയ്യാം, വെറുതെ കിട്ടുന്ന ടൈമിലൊക്കെ ചെയ്യാം. നമ്മുടെ 2 കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹെഡ് ഈ മുടിയുടെ എല്ലാ പോർഷനിലേക്കും എത്തുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു ഹെഡ് മസാജ് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം കൂടുന്നുണ്ട്. അപ്പോൾ ഇത് മുടി വളരാൻ സഹായിക്കും. മീൻസ് അയണ്, പ്രോട്ടീന് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ധാരാളം പൊട്ടിപ്പോകും, അതായത് ധാരാളം കൊഴിഞ്ഞു പോകും. അപ്പോൾ ഭക്ഷണത്തിലൂടെ നമ്മളത് നമ്മുടെ ശരീരത്തേക്ക് എത്തിക്കാൻ നോക്കുക. മുടി മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഈ മുടിയുടെ എൻഡ്സ് വരെ നമ്മൾ ഒന്ന് പിടിച്ചു കൊടുക്കുക. കാര്യം എന്താന്ന് വെച്ചാൽ ഈ നമ്മുടെ ഹെയറിൽ കുറച്ച് സെബം എന്ന് പറയുന്ന ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെബം മോയ്സ്ചർ കണ്ടന്റ് ആണ്. ഈ മോയ്സ്ചർ കണ്ടന്റ് നമ്മുടെ സ്കാൽപ്പിന്റെ ഇവിടം തൊട്ട് ഈ എൻഡ് വരെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുടി ഇങ്ങനെ കോതി കൊടുക്കുന്നത്, എൻഡ്സ് വരെ ഇങ്ങനെ കോതി കൊടുക്കുന്നത്.
നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ട്, ഒരു ദിവസം 100-150 മുടി കൊഴിയുന്നുണ്ടെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ പോയി, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ ആയിക്കോട്ടെ, അവര് ചിലപ്പോൾ അയണിന്റെയും കാൽഷ്യത്തിന്റെയും ഒക്കെ ടാബ്ലറ്റ്സ് എഴുതി തരും. ആ എഴുതി തരുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് കഴിക്കുക. ഇൻടേക്ക് എടുക്കേണ്ട കാര്യം, അതായത് ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കഴിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് റെഡ് മീറ്റ് ഒരു മാസത്തിൽ ഒരു 4 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് ഇത്തിരി ബീഫോ അങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാ. പക്ഷെ എന്ത് കഴിച്ചാലും അത് ഓവറായിട്ട് കഴിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോ നമ്മുടെ ഓയിലി സ്കിന്നുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചിയും അങ്ങനെയൊക്കെ ഒരുപാട് കഴിക്കുന്ന നല്ലോണം പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ അത് ഓവറായിട്ട് കഴിക്കുന്നതിനെ അവോയ്ഡ് ചെയ്തിട്ട് തീർച്ചയായിട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്രയും അളവില് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് കഴിക്കാം. അമ്മയോട് അച്ഛനോടൊക്കെ പറയാ, അമ്മ ഇത്തിരി ബീൻസ് മെഴുക്കുവരട്ടി വെച്ച് തരണം എന്നൊക്കെ പറയാ, അവര് വെച്ച് തരും. അത് നിങ്ങൾ നല്ലോണം കഴിക്കാം. ഓയിൽ എന്താണെങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. നമുക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നതിനൊക്കെ ഓയിൽ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു അടിപൊളി ഭക്ഷണമാണ് സോയാബീൻ വളരെ നല്ലതാ. സോയാബീന് വാങ്ങിച്ച് ഇത്തിരി കറി വെച്ചും ഫ്രൈ ചെയ്തൊക്കെ കൂട്ടുന്നത് വളരെ നല്ലതാ. ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഓയിൽ കുറച്ച് ഉപയോഗിക്കാവുള്ളൂ. ഇത് ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാട്ടോ. ഇടയ്ക്ക് ഇത്തിരി നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഇത്തിരി ഉപ്പിട്ട്, അതായത് ഏത് സമയം നമ്മൾ ഷുഗർ ആഡ് ചെയ്യാതെ ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുക. ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഒക്കെ ഇങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ എന്നും ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ കുറെ ചേഞ്ചസ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് അവര് ക്ലോറിൻ വെള്ളം മാക്സിമം അവോയ്ഡ് ചെയ്യണം കേട്ടോ. ക്ലോറിൻ വെള്ളം മുടിക്ക് ഒട്ടും കൊള്ളത്തില്ല, മുടി കൊഴിഞ്ഞു പോവും. പിന്നെ ഒരു 2 മാസം കൂടുമ്പോഴേ നമ്മുടെ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്തിടാൻ നോക്കുക. അറ്റം ഒന്ന് കട്ട് ചെയ്തിടുക. അറ്റത്ത് സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പൊ ഈ സ്പ്ലിറ്റൻസിനെ നമ്മൾ കട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വിടുക. പിന്നെ ഇത് കണ്ടോ, എന്റെ ഹെയർ കണ്ടില്ലേ? എന്റെ ഹെയറിന് ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ. എന്റെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഞാൻ ഈ മാസ്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ ഞാൻ കുറച്ച് മാസ്കുകളൊക്കെ ഇടാം. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മറ്റെന്ത് ശ്രദ്ധിച്ചാൽ മതി. മുടി കൊഴിയാതിരുന്നെങ്കിൽ നമ്മൾ മറ്റെന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ. മാസ്കുകളൊക്കെ വീഡിയോ ചെയ്തിടാം. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസ്ക് അപ്ലൈ ചെയ്യുക. ഒരു 1-2 ആഴ്ചത്തോളമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സ്യൂട്ടബിൾ അല്ലാന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാല് നമ്മൾ പലരും പല ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപോലെയല്ല, നമ്മൾ ഒരേ സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ക്ലോറിൻ ഒക്കെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവാം, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭക്ഷണ രീതിയിൽ മാറ്റം ഉണ്ടാവാം. ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ ഗ്രോത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഒന്ന് മാറ്റി മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. മൈൽഡ് ഷാമ്പു ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല നല്ല ഷാമ്പൂസ് ഒക്കെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷാമ്പൂസിന്റെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യാം. നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി എന്ത് വീഡിയോ വേണം അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സജഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിട്ട് അതിന്റെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ. നല്ല അകലമുള്ള ചീപ്പ് വെച്ച് നമ്മുടെ മുടിയൊക്കെ കോംബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല അടുത്തടുത്തിരിക്കുന്ന ചീപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും വന്നു കഴിയുമ്പോൾ മുടി പെട്ടെന്ന് എടുത്ത് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് പിന്നെ ചായക്ക് പകരം നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണാം. അത് ഡെയിലി ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറച്ച് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളെ തന്നെ നല്ലോണം കെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ചേഞ്ച് നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമന്റിൽ പറയണേ.